അപ്പൊ ഇങ്ങനെയാ തുടങ്ങാണ് നമ്മുടെ പുതിയ എപ്പിസോഡ്. അതെ, സിമ്പിൾ കഥ. കഥ. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറയാൻ ബാക്കി വെച്ച സംഭവങ്ങൾ മൊത്തം പറയത്തില്ല, കുറച്ച് ഞങ്ങളിപ്പോ പറയാൻ പോവുകയാണ്. ഓക്കെ, ഇന്ന് വെറൈറ്റി സംഭവം ഉണ്ട്. എന്ത്? കോഫിയില്ലേ? കോഫി വെറൈറ്റി അങ്ങനെയല്ല, വെറൈറ്റി സംഭവം. ഞാനോർത്ത് വെറൈറ്റി സംഭവം കോഫിയാണ്. കോഫി. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ? നമ്മള് കഥ പറഞ്ഞു തുടങ്ങാം. കഴിഞ്ഞ വീഡിയോയില് കുറെ പേര് ചോദിച്ചാണ് കഥ എവിടെയാണ്. എല്ലാരും വെയിറ്റിംഗ് ആണ് കഥയ്ക്ക് വേണ്ടി. നമ്മൾ ആദ്യം പറയുന്ന കഥയാണോ അതെയോ ജീവിതാനുഭവമാണോ? അല്ല, താരത്തിന് അതൊക്കെ പറഞ്ഞു നശിപ്പിക്കണം. നമ്മളിങ്ങോട്ട് പറയാൻ പോകുന്നത് ജീവിതാനുഭവങ്ങളുള്ള കഥയാണ്. ഇത് ലൈഫ് ലെസൺസ്. ഓക്കെ, അപ്പൊ പറയും ലൈഫ് കഥ. ആദ്യം നിന്റെ കഥ പറ. നിന്റെ ലൈഫിലുണ്ടായ ജീവിതാനുഭവങ്ങൾ പറ ആദ്യം. ജീവിതാനുഭവങ്ങൾ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. പിന്നെന്താ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്, കൊറേ പേരിങ്ങനെ ജീവിതത്തിന് ഭയങ്കര ഇതായിട്ട് കാണുന്ന ആൾക്കാരാ. എന്ത് ഭയങ്കര ഒരു വലിയ സംഭവം. എന്തായാലും ഞാൻ വാക്ക് പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ വട്ടം, എന്താ കോംപ്ലിക്കേഷൻ. അതോടെ കാണുന്ന ആൾക്കാർ. ഇംഗ്ലീഷ് നമുക്ക് അത്ര പ്രശ്നമില്ല. ഓക്കെ, നീ പറഞ്ഞു. കോംപ്ലിക്കേഷൻ. അതിന്റെ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാ ഒരു കഥയായിട്ട് കൂട്ടാൻ പറ്റുമോ? കഥയാണ്, ഓഫ് കോഴ്സ്. അത് കഥ, നടന്ന കഥയാ. നടന്ന കഥ. അപ്പൊ ലൈഫിൽ സംഭവിച്ചത്. എന്റെ ലൈഫിൽ സംഭവിച്ച കഥ. അത് പറയാൻ കാരണം എന്താ? കഥയല്ലല്ലോ, ലൈഫിൽ സംഭവിച്ചത് കഥയാവും. ഓക്കെ, കഥ. സിമ്പിൾ കഥ. സിമ്പിൾ കഥ. അപ്പോ അതങ്ങനെ സംഭവിച്ചു. അതാണ് ഇന്നത്തെ ഇതില് കഥ പറയാൻ. ഞാനിങ്ങനെ ഇതിങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്, അതായത് ഇപ്പൊ എന്താ ജീവിതം എത്രയൊക്കെ ഉള്ളൂ, അല്ലാണ്ട് ഇനി ഇങ്ങനെ ഇതാക്കി എന്നിട്ടോ പേടിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായ സമയത്തെ കഥയാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ ആദ്യം പറയണത്. അപ്പൊ ഇത് പലർക്കും ഹെൽപ്ഫുൾ ആവണ കഥ ആണ്. അതായത് പലരുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടാവണം, ഉണ്ടായിട്ടുണ്ടാവും ഇഷ്ടം പോലെ. പക്ഷെ ഇനിയാ ഉണ്ടാവാം. പിന്നെ ഉണ്ടായ സാഹചര്യങ്ങളും കാര്യങ്ങളും വേറെ ആയിരിക്കും. അല്ല, പലർക്കും ലൈഫിൽ ഫസ്റ്റ് ടൈം സംഭവിക്കുന്നതും പിന്നീട് സംഭവിക്കുന്നതായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. പക്ഷെ നിനക്കത് ലൈഫിൽ ഫസ്റ്റ് ടൈം സംഭവിച്ച അതാണ് എന്റെ ഹൈലൈറ്റ്. അപ്പൊ അതാണ് പറഞ്ഞത്, സ്പിറ്റിംഗ് ഫാക്ട്സ് വിത്ത് ബുൾഷിറ്റ്. ഇപ്പൊ ബുൾഷിറ്റ് പറഞ്ഞു, ഇനി ഫാക്ട്സ് ഞങ്ങൾ പറയാൻ പോവാണ്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഒരു 2.5 കൊല്ലം മുമ്പ് ഞാൻ ആദ്യമായിട്ട് ന്യൂസിലാൻഡിലേക്ക് വളരെ ആഗ്രഹങ്ങളും വളരെ പ്രതീക്ഷകളുമായിട്ട് നാട്ടിൽ നിന്ന് വേറൊരു യൂറോപ്യൻ രാജ്യം, അല്ലെ? യൂറോപ്പ് എന്തിലോട്ടെ അപ്പുറത്ത് എന്തേലും ആവട്ടെ. അപ്പൊ വരുന്നു, വന്ന് ഇപ്പുറത്തേക്ക് വരുന്നു. അപ്പുറത്ത് നീ ഇപ്പുറത്തേക്ക്. അതെ, അപ്പൊ വീട്ടുകാർ നിർബന്ധിച്ച് പെട്ടിയിൽ അവന്റെ പേരൊക്കെ എഴുതുന്നു. കാരണം നമുക്ക് നാളെക്കേടാണല്ലോ പെട്ടിയിൽ പേരെഴുതും. മറ്റേ വലിയ ഇതില്ലേ, എന്തെന്നാ, ലോഹിത് കെ ശശീന്ദ്രൻ കിഴിമലാന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇല്ല, കിഴിമലില്ല, അപ്പൊ കെ എഴുതിട്ട് പെട്ടിയില് പേരെഴുതിയിട്ട് വന്ന് എത്ര പെട്ടി ഉണ്ടായിരുന്നു? ഒരു പെട്ടി ഉണ്ടായിരുന്നു, വലിയ പെട്ടിയായിരുന്നു. ഹാൻഡ് ക്യാരി പറഞ്ഞു. ഹാൻഡ് ക്യാരി. അപ്പൊ ഞാൻ പൈസയും ലാപ്ടോപ്പും സുനാപ്പിളും ഒക്കെ ബാഗില്, അതൊക്കെ ബാഗില്. വേറെ ഒന്നുമില്ല, ഡ്രസ്സും ഇതൊക്കെ പെട്ടിയില്ല, വേറെ ഒന്നുമില്ല. നിനക്ക് ഇല്ല, പൈസയും ലാപ്ടോപ്പും മാത്രം നിന്റെ ഹാൻഡ് ക്യാരി, ഫോണും. ബാക്കി ലഗേജ്, ബാക്കി ഡ്രസ്സും കാര്യങ്ങളെല്ലാം നിന്റെ ലഗേജ്. കാരണം പിന്നെ മറ്റേ കുക്ക് ചെയ്യാനുള്ളത് വന്നിട്ടേ അതൊക്കെ അതിന്റെ ഉള്ളില. ഞാൻ ഫ്ലൈറ്റ് കയറുന്നു. ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക ആൾക്കാർ അറിയട്ടെ. സിംഗപ്പൂർ എയർലൈൻസിൽ കയറുന്നു. സിംഗപ്പൂര് വരുന്നു. ചടപടയെന്ന് വെച്ച് മാറി കയറുന്നു. അതായത് ലേവർ ഉണ്ടായില്ല, 3 മണിക്കൂർ താഴെ ഉള്ളൂ. അപ്പൊ ആദ്യമായിട്ട് ഒരു എയർപോർട്ടിൽ എത്തി. ഭയങ്കര പാടാണത്, അത്രയും വലിയ എയർപോർട്ടല്ലേ. അപ്പൊ അവിടെ എത്തിയതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി. എങ്ങനെയോ അത് ഇത്ര ദൂരം ഇങ്ങനെ എത്തിപ്പെട്ട്, അപ്പോഴും പക്ഷെ മനസ്സിലിതാ, വേറെ സ്ഥലത്ത് പോകുന്നത് മറ്റേ കുറെ ആൾക്കാർ, അല്ല നമ്മള് പ്രതീക്ഷിക്കുന്ന ന്യൂസിലാൻഡ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര അടിപൊളി രാജ്യമാണ്, പ്രകൃതി ഭംഗിയും എല്ലാം കൊണ്ട്. പിന്നെ സായിപ്പന്മാര് മാത്രമല്ലേ ഉള്ളൂ. സായിപ്പും മദാം. അപ്പൊ അങ്ങനെയാണ് നമ്മളിങ്ങനെ ബീച്ച് സൈഡ് അങ്ങനെ മദാം അങ്ങനെ. അപ്പൊ അതൊക്കെ പ്രതീക്ഷിച്ചു വന്നു. അപ്പൊ
അങ്ങനെ പ്രതീക്ഷിച്ചായിരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് ആലോചിക്കുന്നു, കൊറേ പൈസ ഉണ്ടാക്കുന്നു, നാട്ടിൽ പോകുന്നു, ഒരു ലംബോർഗിനി എടുക്കുന്നു. ലംബോർഗിനി ലംബോ വളരെ ചെറിയ ആഗ്രഹം. ചെറിയ ആഗ്രഹം. മനുഷ്യനല്ലേ ആഗ്രഹം. പോകുന്നു, എടുക്കുന്നു, ഇതൊക്കെ ആഗ്രഹിച്ച് ഇവിടെ എത്തി. ഇതിലായിട്ട് മനസ്സിൽ ഇങ്ങനെ കുളിരിങ്ങനെ എത്തി. രാത്രി 12 മണിക്ക് തണുത്തിട്ട് അതിന്റെ കുളിര, അല്ലാതെ ഇവിടെ വന്ന് കണ്ടതിന്റെ കുളിരല്ല. അപ്പൊ വന്നിറങ്ങി എല്ലാം കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ ഓരോരുത്തർ നടന്നു പോകുന്നുണ്ട്. അപ്പൊ പിന്നാലെ ഞാൻ പോവാ. കാരണം എയർപോർട്ടിൽ ആദ്യമായിട്ട്, ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് എല്ലാരും കൊച്ചിയിലെത്തിയ കഥയാണ് പറയുന്നത്. അല്ല, ഇവിടെ എത്തിയിട്ട് അത് അവിടെ നിന്നൊക്കെ മാറി കയറി 3 മണിക്കൂറൊക്കെ കഴിഞ്ഞില്ലേ. ഇവിടെ എത്തി, ഇവിടെ എത്തിയിട്ടാ പറഞ്ഞേ. ഇവിടെ എത്തി, ആൾക്കാരെ പിന്നാലെ ഇങ്ങനെ പോകുന്നു. എന്നിട്ട് എങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ച ലഗേജിന്റെ അവിടെ എത്തി. ലഗേജിന്റെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കി. എന്ത് മനസ്സിലായി? എന്റെ പെട്ടിയില്ല. എനിക്ക് നീ എത്ര സമയം അവിടെ നോക്കി നിന്ന് പെട്ടിക്ക് വേണ്ടി? പെട്ടിക്ക് 1 മണിക്കൂർ, 1 മണിക്കൂർ 1.5 മണിക്കൂർ. കൂടെ വന്ന ആൾക്കാരെല്ലാം പോയി, എല്ലാരും പോയി. ഞാനൊരു അതാണ് ആ പുള്ളിനെ എനിക്ക് നന്ദി പറയാൻ. പുള്ളി ചിലപ്പോ കാണണ്ടെങ്കിലും അല്ലെ, പുള്ളി കാണുന്നുണ്ടെങ്കിൽ. അതെ, അപ്പൊ പുള്ളീനെ പറ്റി പറയുകയാണെങ്കിൽ അത് പുള്ളി ഇങ്ങനെ വന്ന ആളുടെ വൈഫ് ഇവിടെ ഉണ്ട്, നേഴ്സാണ്. പുള്ളി വന്നതാ. പുള്ളീനെ ഞാൻ സിംഗപ്പൂര് വെച്ച് പരിചയപ്പെട്ടതാ, മലയാളിയാ. അപ്പൊ പുള്ളി ഇങ്ങനെ എന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പെട്ടി പോയി ഇങ്ങനെ മറ്റേ വിഭ്രാന്തിയില് എന്തോ ഒരു ഭ്രാന്തി, ആ ഭ്രാന്തിയിൽ ഇങ്ങനെ നിക്കുമ്പോ പുള്ളി ഇങ്ങനെ വന്നിട്ട് എന്താ പറ്റിയേ, ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു പെട്ടി കാണാനില്ല, ഇവിടെ ഇല്ലല്ലോ പെട്ടി വരെ. എനിക്കറിയില്ല പെട്ടി ഇവിടെ വരുന്നതൊക്കെ അറിയില്ല, അന്നേരം ഒന്നും അറിയില്ല. അത് വീട് വിട്ടൊന്നും ഇതായിട്ടില്ല. നീ വീട് വിട്ട് ഫസ്റ്റ് ടൈം ആണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്? ഫ്ലൈറ്റിലല്ല, വീട് വിട്ട് ഫസ്റ്റ് ടൈം. ഹോസ്റ്റലിലോ അതൊന്നും നിന്നിട്ടില്ലല്ലോ. നാട്ടിൽ നിന്ന് ഫസ്റ്റ് ടൈം പുറത്തേക്ക് മാറി പോകും, അതൊന്നും മാറി നിന്നിട്ടില്ല. അതില്ല, വീട്ടിൽ നിന്ന് ഫസ്റ്റ് ടൈം മാറിക്കാണ്. അത് ഇങ്ങനെ ഡയറക്റ്റ് ഇത്ര ദൂരം വന്ന് പെട്ടിയില്ലാത്തപ്പോ എന്റെ കിളി മൊത്തം പോയി. അപ്പൊ ഈ ഇങ്ങനെ മറ്റേ ഇവിടെ വന്ന കുളിര് തിരിച്ചറിയും. തണുത്തിട്ട് ഇങ്ങനെ കുളിര് കയറിയില്ല. ഇറങ്ങിയ സമയത്ത് ഒരു കുളിരങ്ങ് കയറിയിരുന്നു. പോയി 1 മണിക്കൂർ കുളിരങ്ങ് പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ നോക്കിയപ്പോ സായിപ്പിലൊന്നും എനിക്ക് ആളല്ലേ. സായിപ്പ് എവിടെ, മാതാമ എവിടെ, ആരെയും കാണാൻ. അതൊക്കെ കൊറേ ഇങ്ങനെ ആചാരഭാഗം നടക്കും. മറ്റേ സെക്യൂരിറ്റിമാര് മറ്റേ പവറീസ് ഉമ്മാരിങ്ങനെ നടക്കുന്നുണ്ട്. നീ മറ്റേ പുള്ളിയുടെ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയെന്ന് ചെറിയ സംശയം. ഇല്ല, അത് ഞാൻ പറയാം. അതിപ്പോ പറയാം. വെടിയല്ലേ ഇടയ്ക്കൊക്കെ വെക്കാൻ. ഇടയ്ക്ക് ബുൾഷിറ്റ് വരുന്നതാണ്, കുഴപ്പമില്ല. കാട്ടം വേണ്ട. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം കാട്ടം അവിടെ കിടക്കുക. ഓക്കെ, നീ വിട്, അടുത്ത വിട്. അപ്പൊ അങ്ങനെ കണ്ടു. എന്നിട്ട് ഈ പുള്ളി എന്റെ അടുത്ത് തന്നെ ചോദിച്ചു. പുള്ളിയാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ പോയിട്ട് ഫയൽ ചെയ്യാടാന്ന് പറഞ്ഞു, കംപ്ലൈന്റ് പെട്ടി പോയാൽ. എന്നിട്ട് പുള്ളി എന്റെ ഒപ്പം വന്ന് ആ ഫയൽ ചെയ്ത കംപ്ലൈന്റ് ഫയൽ ചെയ്തപ്പോ നമ്പർ കൊടുക്കണം. ഞാൻ സിം എടുത്തിട്ടില്ല, ഒന്നുമില്ല. എന്റെ അടുത്ത് അഖില് പറഞ്ഞു, എന്റെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ ഓൾറെഡി, എനിക്ക് അവൻ മാത്രമേ ഇവിടെ പരിചയമുള്ളൂ, ഇവിടെ പരിചയമുള്ള ഒരാൾ പോലും ഇല്ല എന്ന്. അപ്പൊ അവൻ എന്റെ അടുത്ത് വന്നിട്ട് സിം എടുത്താൽ മതി, അത് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അത് കാര്യമാക്കിയില്ല. അവിടെ എത്തിയപ്പോ പുള്ളി നമ്പർ കൊടുക്കാൻ പറഞ്ഞു. ഇന്ത്യൻ നമ്പർ പറ്റില്ലല്ലോ. ലാസ്റ്റ് പുള്ളി എന്ത് വെച്ചാൽ പുള്ളിയുടെ വൈഫിന്റെ നമ്പർ കൊടുത്തു. ഇവിടെ പുള്ളിയുടെ വൈഫിന്റെ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ പെട്ടിയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, പെട്ടി കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ വിളിച്ചറിയിക്കാൻ, നിന്റെ നാട്ടിലെ നമ്പർ തരാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് വാട്സപ്പ് ഉണ്ടല്ലോ നാട്ടില്. അപ്പൊ അത് കൊടുത്ത് പുള്ളി എന്നിട്ട് പുറത്തേക്ക് ഞങ്ങൾ ഒരുമിച്ചിറങ്ങി. ഇവരൊക്കെ പിക്കിയ ആളുണ്ട്, എന്നെ പിക്കിയ ആരുമില്ല. പിക്കിയ ആരും ഇല്ലാത്ത എന്താ പറ്റിയ വെച്ചാ, എന്നെ പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. അപ്പൊ പുള്ളി എന്താന്ന് മദ്യപിക്കാൻ എന്തായിരുന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ അതിന്റെ ഇടയിൽ എന്റെ അടുത്ത് പറഞ്ഞു, പെട്ടി കിട്ടിയിട്ട് വിളിച്ചാന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ പെട്ടി കിട്ടിയിട്ടില്ല. ബാക്കിയോ സിംഗപ്പൂർ അടക്കുക. ഇവരെന്റെ അടുത്ത് ഇയാളെന്റെ അടുത്ത് പറഞ്ഞ ഈ കംപ്ലൈന്റ് വലിയ ആളെന്റെ അടുത്ത് പറഞ്ഞ പെട്ടി ഇവിടെ ഉണ്ടാവും, അതാ മുക്കിൽ അങ്ങനെ കിടക്കുന്നുണ്ടാവും, കുഴപ്പമില്ല എടുക്കാന്ന് പറഞ്ഞു. ഒറ്റ ദിവസം കാര്യമുള്ളൂ. ആളെ എണീക്കോ പെട്ടി കിട്ടും. എനിക്ക് അപ്പോഴും അത്ര പെട്ടി കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടില്ല കേട്ടോ. പുള്ളി അങ്ങനെ ഇതായിരുന്നു. പുള്ളി വിളിക്കാൻ പറഞ്ഞു, എനിക്ക് വിളിക്കാൻ പറ്റില്ല കാരണം പെട്ടി ഇല്ലാത്തതുകൊണ്ട് വിളിച്ചില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ ക്ലിയറൻസ് ഒക്കെ അപ്പോഴേക്കും കഴിഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ വൈഫൈ കണക്ട് ആവുന്നില്ല. ഇല്ല, ഞാൻ ഇവിടെ എത്തുന്നത് 12:30. ഇവിടെ 8 മണിയായി കഴിഞ്ഞാൽ
കടകളൊക്കെ മാക്സിമം 10, പിന്നെയുള്ളത് അപൂർവം കടകളാണ്. അപ്പൊ ഒന്നുമില്ല. എയർപോർട്ടിൽ ഒരു മനുഷ്യല്ല 12:30. അത് വിന്ററിലെ വരണ കൊടും തണുപ്പ്. ഒരു ജാക്കറ്റ് മാത്രമുള്ള മറ്റേ ഡെനിമിന്റെ, അതിട്ടൊരു കാര്യമില്ല. എന്തിന്റെ ഡെനിം ഒന്നോടെ പറഞ്ഞ മാറ്റി പറയാൻ പറയാൻ വേണ്ടി ഇല്ല, ഡെനിം തന്നെയായിരുന്നു. അപ്പൊ ഡെനിമിന്റെ ജാക്കറ്റും ഉണ്ട്. അതിട്ടിട്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ തണുത്തിരിക്കും. അപ്പൊ നീ എത്ര നേരം പുറത്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ തണുപ്പത്ത്? പുറത്ത് ഏതാണ്ട് 1 മണിക്കൂർ. ഓക്കെ, ഞാൻ വേറെ കാര്യം ചോദിച്ചിട്ട്, അപ്പൊ നീ ഫസ്റ്റ് ടൈം നീ ന്യൂസിലാൻഡിലേക്ക് വന്നു, പെട്ടി നഷ്ടപ്പെട്ടു, പുറത്തിറങ്ങി ഇങ്ങനെ വെയിറ്റ് ചെയ്തു, അപ്പൊ നിന്റെ മനസ്സിലുണ്ടായ ഒരു ഫീലിങ്സ് അതാണ് എനിക്കറിയേണ്ടത്. അതാണ് എനിക്കറിയേണ്ടത്. അതാണ് സംഭവം. നിന്റെ ഫസ്റ്റ് ടൈമിൽ നീ പ്രതീക്ഷിച്ച് വന്നത് എനിക്കുണ്ടായ ഒരു അനുഭവം. അപ്പൊ ആ സമയത്ത് എനിക്ക് എന്തോ ആ സമയത്ത് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഓർമ്മ പോവാ വീട്ടുകാരും നാട്. അത് ഓഫ് കോഴ്സ് അങ്ങനെ പോയി. അങ്ങനെ പോയി. അപ്പൊ തന്നെ എന്റെ കണ്ണീന്ന് ഇങ്ങനെ പുറത്ത് കാണിക്കാൻ പറ്റില്ല. ഇല്ല, ആര് പുറത്ത് കാണിച്ചോ. ഞാൻ എന്റെ ഉള്ളിൽ ഞാൻ ഉറക്കിക്കെടുത്ത് സിബട്ടില്ല. അതുകൊണ്ട് അത് അടക്കടായതുകൊണ്ട് ഞാൻ എന്റെ പിടിച്ചിരുന്ന് ബാഗ് മാത്രം അപ്പുറത്തുണ്ട്. വിളിക്കാൻ വൈഫൈ കണക്ട് ആവണില്ല. ലാസ്റ്റ് ഇങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോ എനിക്ക് നാട്ടിൽ നിന്ന് വാട്സപ്പിൽ കോള് വരിക. അവ തന്നെ കണക്ട് ആയി. ഞാൻ എന്നിട്ട് ഇങ്ങനെ ആലോചിക്കില്ല. ഞാൻ നേരം ആലോചിക്കാൻ മനസ്സില്ല എന്ത് ചെയ്യും. കാരണം വിളിക്കാൻ ആളെ പറ്റണില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫോണിൽ വൈഫൈ കണക്ട് ആവണില്ല. നെറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. പുറത്തേക്ക് ഇറങ്ങിന്റെ ഉള്ളിലേക്ക് കയറില്ലല്ലോ മറ്റേതിന്റെ ഉള്ളിലേക്ക്. അവിടെ ആരും ഇതാവാൻ പറ്റും, ആരും കാണാനില്ല സത്യത്തില്. അതാണ് സംഭവം. പിന്നെ എനിക്ക് എക്സ്പീരിയൻസും ഇല്ലല്ലോ പെട്ടെന്ന് എന്ത് ചെയ്യണം ഒരു രാജ്യത്ത് എത്തിയിട്ടെന്ന്. വിളിക്കാൻ വന്നപ്പോൾ പുള്ളിനെ കോണ്ടാക്ട് ചെയ്യും, ഒരു ഐഡിയ ഇല്ല. ലാസ്റ്റ് ഇത് കണക്ട് ആയപ്പോ ഞാൻ ആദ്യം ബാഗ് എന്റെ ഫോൺ വെച്ചിട്ട് പുള്ളിനെ വിളിച്ചു. അപ്പൊ പുള്ളി വേറെ ഏതോ പുള്ളിനെ വിളിച്ചിട്ട് വന്ന് അപ്പുറത്ത് ഞാൻ കണ്ടുപിടിച്ചു. ഒരു മണിക്കൂർ എന്തായാലും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്താ തണുപ്പത്ത്, എയർപോർട്ടിന്റെ പുറത്ത് തണുപ്പത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി വന്നു. അപ്പൊ രാത്രി 1 മണി എന്തോ കഴിഞ്ഞിട്ടുണ്ട്. അത്രയും ഇതായി. അത് കഴിഞ്ഞ് പുള്ളി വന്നപ്പോഴാണ് ഞാൻ സാധനം റിയലൈസ് ചെയ്തത്. ഞാൻ ആകെ ടയേർഡ്, എനിക്കൊന്ന് കുളിക്കണം. ഒന്നുമില്ല. നീ ഇട്ടോണ്ട് വന്ന ഡ്രസ് അല്ലാതെ നിന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. എന്നിട്ട് പുള്ളി മാന്യനാണ്. പുള്ളി അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി. ആദ്യം ഇങ്ങോട്ട് ആളുടെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് ഞാൻ ആദ്യം വന്നത്, ഹെൽപ്പുള്ള വീട്. അപ്പൊ അവിടേക്ക് വരുമ്പോ ആള് എനിക്ക് കുളിക്കാൻ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു മുണ്ടൊക്കെ തന്നു. ഞാനത് വാങ്ങി വന്നു. കുളിച്ചു മാറാൻ ഡ്രസ്സില്ല. കുളിച്ചതിട്ട് മാറാൻ ഡ്രസ് ഞാനൊക്കെ ഭാഗ്യ മുണ്ട് ആള് തന്നു മുണ്ട് മാത്രം. തണുപ്പും മറ്റേ ബ്ലാങ്കറ്റ് കാര്യങ്ങളൊന്നുമില്ല. ബ്ലാങ്കറ്റ് വെച്ചാൽ ഇവിടെ റൂമിൽ എന്തോ ഇതുണ്ടായിരുന്നു പുതയ്ക്കാനുള്ള. ബെഡിൽ കിടന്ന സ്ഥലം അതെന്തോ സെറ്റ് ചെയ്ത് കിടക്കായിരുന്നു ഓൾറെഡി. അപ്പൊ അതുണ്ടായിരുന്നു. ഞാൻ വന്നു, ഡ്രസ് ഇങ്ങനെ ഇത് മുണ്ട് മാത്രം എടുത്തു, എന്നിട്ട് ഇവിടെ കിടന്ന് കിടക്കാന്ന് പറഞ്ഞ അന്ന് രാത്രി എന്താ. പിന്നെ അപ്പോഴാണ് എനിക്കത് ഞാൻ എന്നിട്ട് നാട്ടിയെ വിളിച്ചിട്ട് ചേട്ടന്റെ അടുത്തൊക്കെ പറയാം, എനിക്കിവിടെ പറ്റണില്ല. ആദ്യത്തെ വന്നപ്പോ തന്നെ എനിക്ക് പറ്റണില്ല ഈ വീട്. എനിക്ക് എന്തോ പോലെ ഞാൻ ഈ നെഗറ്റീവ് അടിച്ചിട്ടേ എനിക്ക് പറ്റണില്ല ഇവിടെ. ഇവിടെ ഒരു കുഴപ്പമില്ല, പ്രത്യേകിച്ച് അത് കുഴപ്പമില്ല, പറ്റണില്ല. അങ്ങനെ കിടന്നു ഞാൻ കുറെ ചേട്ടനോട് ഇങ്ങനെ കംപ്ലൈന്റ് ഉണ്ട്. ചേട്ടൻ UK ആരൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് എന്നെ 4-5 പേര് മാറി വിളിക്കാം. എനിക്കല്ല എന്താ ചെയ്യണേ. ഞാൻ അവരോടൊക്കെ പറഞ്ഞു എനിക്ക് വേറെ നിൽക്കാൻ സ്ഥലമുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചോദിച്ച് ഞാൻ എങ്ങനെയൊക്കെയോ വെച്ച് കിടന്നുറങ്ങി. രാത്രി എങ്ങനെയൊക്കെയോ ഉറങ്ങി. രാത്രിയല്ല, രാവിലെ ഉറങ്ങി. ലേറ്റ് ആയിട്ടാണ് വന്നത്. രാവിലെ ആയപ്പോഴേക്കും രാവിലെ ഉറങ്ങി, ഉറക്കൊന്നും ഉണ്ടായില്ല. എണീറ്റു, പിന്നെ സിമ്മൊക്കെ എടുത്തു. പിന്നെ എന്താ പിറ്റേ ദിവസം ഇതന്നെ അവസ്ഥ, മാറാൻ ഡ്രസ് ഒന്നുമില്ല. പിറ്റേ ദിവസം മാറാൻ ഡ്രസ് ഇല്ല, ഒന്നുമില്ലടാ, ഒന്നുമില്ല. മുണ്ട് മാത്രം അവിടുത്തെ മുണ്ട് മാത്രം. പിറ്റേ ദിവസം ആള് വന്നില്ല. പിറ്റേ ദിവസം വന്ന പിറ്റേ ദിവസം എനിക്ക് എന്തോ ഫുഡ് തരും എന്തോ ചെയ്തത്. പിറ്റേ ദിവസം കണ്ടാ വന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, കാരണം മുണ്ട് ഞാൻ കഴുകിയിരുന്നത്. അപ്പൊ എനിക്ക് ഇയാള് പോയി കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി തന്നു. ചൈനക്കടയിൽ പോയിട്ട് ഡ്രസ്സും ഒരു ഇതും വാങ്ങി തന്നു, ഫുഡ്. അപ്പൊ അതാണ് കേട്ടോ കഴിക്കണത്. ഫുഡ് വെച്ച് കഴിഞ്ഞാൽ $15 ഒരു ഇത് ഫ്രൈഡ് റൈസ്, നൂഡിൽ എന്ത് മിക്സ് ചെയ്യാൻ അതിനുള്ളില് ഒരു ചെറിയൊരു ബോക്സ് അതിലൊക്കെ കൂടി ഇട്ടിട്ടൊരു സാധനം.
ആദ്യത്തെ ഒരു ദിവസം ഞാൻ എങ്ങനെയാ കഴിച്ചു, മൊത്തം കഴിച്ചു. കാരണം കുക്കി ഒന്നുമില്ല, പാത്രം ഇതൊന്നുമില്ല. നല്ല വിശപ്പുണ്ട്, നല്ല വിശപ്പ്. എന്ത് കിട്ടിയാലും എന്ത് കിട്ടിയാലും വലിച്ചു വായി കഴിക്കോളൂ. പിറ്റേ ദിവസം ക്ലാസ്സുള്ള ദിവസം ക്ലാസ്സിക്ക് പോകണത് ഒരു എപ്പോഴും കടിച്ചു പിടിച്ച, എപ്പോഴും കടിച്ചു പിടിച്ച് പോയി. തിരിച്ചു വന്നപ്പോ ഈ നൂഡിൽസും. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, അപ്പൊ നീ പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകുന്ന നീ ഏത് ഡ്രസ് ഇട്ടുകൊണ്ട് പോയി? അല്ല, അതിന്റെ ഈ പിറ്റേ ദിവസം മേടിച്ചതിന് ശേഷമുള്ള ദിവസം. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണ് നീ ക്ലാസ്സിൽ പോകും. പക്ഷെ അന്ന് ഞാൻ ക്ലാസ്സിക്ക് ഇട്ടത് ഇട്ട് വന്നിട്ട് ചൈനക്കട ഡ്രസ് വീട്ടിലിട്ടൂലോ, പിന്നെ അതിട്ട് ക്ലാസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതട്ട് ഇട്ടു. ഇത് കഴിഞ്ഞിട്ട് പക്ഷെ ആ ചൈനക്കടയിൽ നോക്കിയപ്പോ ഞാൻ ഉള്ളിലിടാനുള്ളതൊക്കെ എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടു. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഫുഡ് ഇതന്നെ കഴിച്ചിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്തു, രണ്ടാം ദിവസം ഇത് പറ്റുന്നില്ലേ. അങ്ങനെയാണ് പുള്ളിയുടെ പ്രിയ പത്നിനെ ഞാൻ കണ്ടുമുട്ടിയത്. ഒരു അച്ചാറുമായി വന്നെ സഹായിച്ചതാണ്. അയ്യോ, അത് അച്ചാറിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അന്നത്തെ അച്ചാറിന്റെ ടേസ്റ്റ് അല്ല, ആ അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയാ, ഭയങ്കര അച്ചാറിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. കാരണം ഒന്നുമില്ല, നമുക്ക് പറയുമ്പോ കോമഡി ആണെങ്കിലും ആ സമയം ഉണ്ടല്ലോ. അന്നത്തെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ഫോണില്. അതൊക്കെ ഞാൻ സൂക്ഷിച്ചിങ്ങനെ കണ്ണൊക്കെ ചുവത് മുഖൊക്കെ ഒട്ടി, അയ്യോ അച്ചാറ് കിട്ടി. അങ്ങനെ ഇതായതാണത്. അങ്ങനെ ആ സംഭവം കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ നിനക്ക് ഞാൻ വേറെ കാര്യം ചോദിച്ചിട്ട്, അപ്പൊ നീ ഈ ഡ്രസ്സിന്റെ കൂടെ ഒരു ഡ്രസ്സും ഇല്ല? ഇല്ല. അപ്പൊ അതൊക്കെ നീ എങ്ങനെ മാനേജ് ചെയ്തു? 2 ദിവസത്തേക്ക് മാനേജ്. അത് നീ ചൈനക്കടയിൽ നിന്ന് മേടിച്ചോ? മറ്റേ അല്ല, അത് പിന്നെ പോയിട്ട് കേമാട്ടിന്ന് വാങ്ങി. ചൈനക്കടയിൽ നിന്ന് ഫുഡ് ഇതൊക്കെ വാങ്ങി. അടുത്ത വീട്ടിലിടാണല്ലോ, അത് ഞാൻ വേറെ കേമാട്ടിന്ന് വാങ്ങിയത്. അതെല്ലാം നീ കേമാട്ടിന്ന് വാങ്ങി. അപ്പൊ നിന്റെ പെട്ടി ക്ലാസ്സിൽ കൊണ്ടുപോയത് ഇപ്പൊ ചോദിക്കണ്ട. ക്ലാസ്സിൽ പോയി ഞാൻ ഇട്ട് വന്ന ഷെഡി കഴുകിട്ട് ആ സെയിം തന്നെ കഴുകി. അതപ്പോ ഈ തണുപ്പത്തെങ്ങനെ ഉണങ്ങി? പിന്നെ 3 ദിവസം ഉണങ്ങാണ്ടിരിക്കുന്നത്. അപ്പൊ അത് തന്നെ നീ ഇട്ടോണ്ട് പോയി എല്ലാം അതിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് കേമാട്ടി പോയിട്ട് അത് കഴിഞ്ഞ് അപ്പൊ നിന്റെ ഈ പെട്ടി എത്ര ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു നിനക്ക്? അതാണ് വേറെ പെട്ടി. അതിനിടയിൽ ഈ പെട്ടിക്ക് വേണ്ടി ഇങ്ങനെ മെയിൽ അയച്ചോണ്ടിരിക്കുക. മെയിൽ അയക്കുക മീൻസ് ക്ലാസ്സിലെത്തി, അവിടെ കോളേജിലെത്തി. എന്നിട്ട് ഞാനിങ്ങനെ മെയിൽ അയച്ചിട്ട് ഇനി അയക്കാൻ ആരുമില്ല. അത് ഇന്ത്യൻ എംബസി വിട്ട് ന്യൂസിലാൻഡ് വരെ സിംഗപ്പൂര് എയർപോർട്ടിലെ എല്ലാവർക്കും, മാനേജേഴ്സും എല്ലാവരും അല്ല എംബസി എല്ലാവർക്കും ഞാൻ CC ഇട്ടിട്ട് മെയിൽ അയച്ചു. സിംഗപ്പൂർ എയർപോർട്ടിലെ മാനേജർ എനിക്ക് റിപ്ലൈ അയച്ചു. വേറെ ഏതോ പെട്ടി കാണിച്ചിട്ട് ഇതാണ് നിന്റെ പെട്ടി ഞാൻ ചെയ്യാൻ പറഞ്ഞു. അതല്ല പെട്ടി. എന്നിട്ട് ആ ഫോട്ടോ ഇല്ലേ പേരെഴുതി, അതാണ് നിനക്ക് അന്ന് ഭാഗ്യം. എല്ലാരും കളിയാക്കെങ്കിലും നിന്റെ പേരും അഡ്രസ്സും ആ പെട്ടിയിൽ ഉണ്ടായിരുന്ന നിനക്കൊരു ഗുണമായി. എന്നിട്ട് ഞാൻ ആ ഫോട്ടോ അവനെ അയച്ചെടുത്ത്, അപ്പൊ എന്റെ പേരിങ്ങനെ കീറി, പേരെ കീറി തലയുടെ എപ്പോഴും ഒരു സാധനത്തില് ഇതുണ്ട് ഒട്ടിച്ച ടേപ്പ്. അത് വെച്ചിട്ട് അവൻ ചോദിച്ചു ഇതാണോ? അപ്പൊ ഇതന്നെയാ. അങ്ങനെ പെട്ടി കിട്ടി. എന്നിട്ട് പെട്ടി അത് കഴിഞ്ഞപ്പോഴേക്കും ഫാസ്റ്റ് ആയിട്ട് ഒരു ദിവസം 2 ദിവസം കൊടുത്തുള്ളൂ. ഒരാഴ്ച എപ്പോഴേക്കും പെട്ടി വീട്ടിൽ കൊണ്ടുവെക്കാണോ? ഇല്ല, ഇവിടെ തന്നെ കൊണ്ടുവച്ചു. ആള് മാന ആള് കണ്ടപ്പോഴേക്കും അയച്ചു വിട്ടോ. എന്നിട്ട് പിന്നെ അയച്ചൊട്ട് മിക്ക ആൾക്കാരും എനിക്ക് മെയിലിൽ റിപ്ലൈ വന്നു, പെട്ടി കിട്ടിയോ, ഇതാണ്. പക്ഷെ അന്നേരം ആദ്യമായിട്ട് വരല്ലേ, ഒരാളില്ല. അറിയണ ഒരാളുണ്ടെങ്കിൽ ഓക്കെ. ഈ വീട് നോക്കിയതൊക്കെ ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസ് വഴി ഇതൊക്കെ നോക്കിയിട്ടാ. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഫേസ് ചെയ്തത് ന്യൂസിലാൻഡിൽ ഇറങ്ങിയപ്പോഴത്തേനും വല്ലാത്തൊരവസ്ഥ. അപ്പോഴാണ് മറ്റേ ഈ സംഭവം വന്നത്, റിയലൈസേഷൻ. അതാണ് ഇത്. പലർക്കും ഉണ്ടായിട്ടുള്ള അനുഭവമായിരിക്കും, കോമൺ ആയിട്ട് നടക്കുന്ന സംഭവമാണ്. പക്ഷെ പൊതുവെ ഫസ്റ്റ് ടൈം ലീവിനൊക്കെ പോയിട്ട് മിസ്സാവുന്ന പറഞ്ഞാൽ ഓക്കെ, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ലൈഫില് ആദ്യമായിട്ട് പുറത്തു പോകുന്നു, വീട്ടിന് പുറത്തേക്ക് പോകുന്നു, ആ സമയത്ത് വന്ന് ഇവിടെ ലാൻഡ് ചെയ്ത് കഴിയുമ്പോ നമ്മുടെ ലഗേജ് മിസ്സാവുന്ന പറഞ്ഞാൽ വല്ലാത്തൊരു, ഒന്നാമത് നമ്മള് വീട്ടിൽ നിന്ന് വിട്ടു വരുന്ന ഒരു ഫീല്, അത് ഹോം സിക്നെസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ടൈമിന്റെ പ്രശ്നം, ജെറ്റ് ലാഗ്, അങ്ങനെ എല്ലാം കൂടെ വന്ന് ആ കൂടെ പെട്ടിയും കൂടെ മിസ്സാവുന്ന പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമാണ്. ആരും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കില്ലേ മാറിച്ചോക്കിട്ട്. അന്നേരം പക്ഷെ കുറെ അതിനുശേഷം എനിക്ക് ഏത് കൺട്രിയിൽ വേണമെങ്കിൽ ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ ഞാൻ അതിപ്പോ അറിയാം. അതിങ്ങനെ ലെസണാണ് അതൊക്കെ. അതൊക്കെ ഇനി എന്റെ അടുത്ത് ഉണ്ടായപ്പോ കുറെ പേര് പറഞ്ഞു ഒരു ഡോക്യുമെന്ററി പോലെ ചെയ്യാം, എന്തായാലും ചെയ്യും, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുക. കാരണം 2.5 വർഷം 2 കാര്യങ്ങളാണ് എനിക്ക് ഈ സംഭവത്തിൽ പറഞ്ഞത്. ഒന്ന്, നിന്റെ പേര് നാട്ടിൽ നിന്ന് അവർ എഴുതി വിട്ടത് ഒരു ലക്കായി. പക്ഷെ അതിലേക്ക് ഒരു കാര്യം പറയാനുണ്ട്, അത് എഴുതി വിട്ടോണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടായില്ല.
മീൻസ് അത് നോക്കിയിട്ട് അവര് പെട്ടി ഇങ്ങനെ എന്താ പറയാ ഇവിടെ എത്തിക്കുന്നുള്ള ഇത് ആരും വിചാരിക്കണ്ട. പക്ഷെ അങ്ങനെയല്ല, അത് നോക്കിയിട്ടുള്ള അവര് പെട്ടി ഓൾറെഡി അതില് ടാഗ് ചെയ്യുന്ന നമ്പർ വെച്ചിട്ടാണ് അവര് പെട്ടി മാർക്കിംഗ് മാത്രമേ ഉള്ളൂ. അത് ഇങ്ങനെ പേരെഴുതി വെക്കണമെന്നില്ല. അതിപ്പോ പേരിന് പകരം ഒരു എന്തുണ്ടെങ്കിലും അത് മാർക്ക്. സെയിം മാർക്കിംഗ് വേറെ ആൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ശരിയാ. ഞാൻ മാർക്ക് ചെയ്ത പോണ്, ഞാൻ വേറെ എഴുതി വെക്കാറില്ല. ഞാനെപ്പോഴും പല വെറൈറ്റി മാർക്കിങ് ചെയ്തിട്ടാവും. 3 വരാം 2 കുത്ത് 2 കുത്ത് ആരും അറിയില്ല, അല്ലെങ്കിൽ 3 കുത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഒറ്റ എന്താ ചെയ്യാ, അപ്പൊ നമുക്ക് ഇതിപ്പോ ഒരു നടന്ന സംഭവമാണ്, കഥ, സിമ്പിൾ കഥ, ലൈഫിൽ ഫേസ് ചെയ്ത ഒരു സിമ്പിൾ കഥ. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് അപ്പൊ ഇത് നിങ്ങള് ചോദിച്ചോണ്ടാണ് കഥകളൊക്കെ ഇതേപോലെ ആർക്കെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോ ഒരു എന്താ പറയാ ഒരാളൊക്കെയുള്ള ഒരു ഇതാണ്, കാരണം അറിവാണ്, ഇങ്ങനെ ഉണ്ടാവും. അത് ഇത്രേ ഉള്ളൂ. വിഷമിക്കില്ല, മനുഷ്യനാണ്, വിഷമിച്ചോട്ടെ, ആരും ഇല്ല. അന്നേരം ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് നിങ്ങൾ ആരും അങ്ങനെ വിഷമിക്കാണ്ടിരിക്കാനൊന്നും പോണില്ല. ഞാൻ അങ്ങനെ പറയാൻ വലിയ ആളില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞതല്ല, എല്ലാവർക്കും നടക്കുന്ന സംഭവമാണ്. പക്ഷെ നമ്മുടെ ലൈഫിൽ പറഞ്ഞ സംഭവിച്ചു, അങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ അതിപ്പോ നിങ്ങൾക്ക് ഇതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് എടുക്കുക. ഇത്രയോ ലൈഫിനെ പറ്റിയിട്ട് ആരും വെറിയേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ പോകും. അടുത്ത കഥയുമായി, അതെ, അടുത്ത കഥയായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അപ്പൊ നമുക്ക്